എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 76-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ശ്രീ ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 76. ഹരക്രോധജ്വാലാവലി അവലീഡേന വപുഷ ഗഭീരേതേ നാഭീസരസി കൃതസംഗോ മനസിജ സമുത്തസ്ഥൗ തസ്മാദചലതനയേ ധൂമലതിക ജനസ്താം ജാനീതേ ജനനി തവ രോമാവലിരിതി. എന്നൂടെ പറയാം. ഹരക്രോധജ്വാലാവലിഃ അവലീഡേന വപുഷ ഗഭീരേ തേ നാഭി സരസി കൃതസംഗ മനസിജ സമുത്തസ്ഥൗ തസ്മാത് അചലതനയേ ധൂമലതിക ജനസ്താം ജാനീതേ ജനനി തവ രോമാവലിരിതി. അല്ലയോ ജഗന്മാതാവായ പാർവതി. ഇവിടെ ദേവിയുടെ നാഭിച്ചുഴിയെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. അല്ലയോ ജഗന്മാതാവായ പാർവതി, പരമേശ്വരൻ്റെ കോപാഗ്നി ജ്വാലാസമൂഹം വ്യാപിച്ച ശരീരത്തോടുകൂടി മന്മഥൻ കാമദേവൻ നിൻ തിരുവടിയുടെ ആഴമുള്ളതായ നാഭീസരസിൽ മുങ്ങിക്കളഞ്ഞു. അപ്പം ദേവി എന്ന് പറയുന്നത് ജഗന്മാതാവാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അമ്മയാണ്. അപ്പം പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അമ്മയാകുമ്പോൾ അവിടെ എന്താ പറഞ്ഞ് ആഴമുള്ളതായ നാഭീസരസാണുള്ളത്. ഇവിടെ പറയുന്നത് പരമേശ്വരൻ്റെ കോപാഗ്നിയാൽ പരമശിവൻ്റെ കോപാഗ്നി ജ്വാലാസമൂഹം വ്യാപിച്ച ശരീരത്തോടു കൂടി, അതായത് പരമേശ്വരൻ്റെ കോപാഗ്നിയിൽ കത്തിയ ആ ശരീരത്തോടു കൂടി മന്മഥൻ കാമദേവൻ രക്ഷപ്പെടാൻ വേണ്ടി വന്ന് അഭയം തേടിയത് എവിടാണ്? ആഴമുള്ളതായ ദേവിയുടെ നാഭീസരസിലാണ്. ദേവിയുടെ നാഭീസരസിൽ മുങ്ങിക്കളഞ്ഞു. അപ്പോൾ അതിൽ നിന്നും പുകക്കൂട്ടം പൊങ്ങി. കാരണം കത്തി നിൽക്കുന്ന ശരീരമാണ്. അത് നാഭീസരസിൽ മുങ്ങിക്കളഞ്ഞപ്പോഴെന്താണ്? അതിൽ നിന്നും പുകക്കൂട്ടം, കറുത്ത പുകയുടെ പുകച്ചുരുൾ പൊങ്ങി. ജനങ്ങൾ അതിനെ നിന്തിരുവടിയുടെ രോമാവലി എന്ന് പറയുന്നു. അപ്പം അല്ലയോ ജഗന്മാതാവായ പാർവതി, പരമേശ്വരൻ്റെ കോപാഗ്നി ജ്വാലാസമൂഹം വ്യാപിച്ച എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ്റെ കോപം കൊണ്ട് പരമശിവൻ കാമദേവനെ ശപിച്ചു. ആ തൃക്കൺ തുറന്ന് കോപാഗ്നി വ്യാപിക്കപ്പെട്ട ശരീരത്തോടുകൂടി മന്മഥൻ ഓടി വന്ന് രക്ഷപ്പെടാൻ ചാടിയത് എവിടെയാണ്? ആഴമുള്ളതായ ദേവിയുടെ നാഭീസരസിലാണ്. ദേവിയുടെ നാഭീസരസിൽ മുങ്ങിക്കളഞ്ഞു. അപ്പം പരമേശ്വരനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ അതിൽ നിന്നും പുകക്കൂട്ടം പൊങ്ങിയപ്പം എന്താ പറയുന്നത്? കത്തി നിൽക്കുകയല്ലേ, കോപാഗ്നിയാണ്. കോപാഗ്നി കൊണ്ട് ജ്വലിച്ച് നിൽക്കുന്ന ആ ശരീരത്തിൽ നിന്നും ആ സരസിൽ നിന്നും, ആ നാഭീസരസിൽ നിന്നും പുകക്കൂട്ടം പൊങ്ങി. ദേവിയുടെ ഭക്തർ അതിനെ നിന്തിരുവടിയുടെ രോമാവലി എന്ന് വർണ്ണിക്കുന്നു. അപ്പോൾ ഇവിടെ ജഗത്തിൻ്റെ മാതാവാണ് ജഗന്മാതാവായ പാർവതി. അപ്പം പാർവതി ദേവിയുടെ നാഭി എന്ന് പറഞ്ഞാൽ ഈ ജഗത്തിലുള്ള എല്ലാ മക്കളും ഉണ്ടായത് എവിടെ നിന്നാണ്? ദേവിയുടെ നാഭിച്ചുഴിയിൽ നിന്നാണ്. അങ്ങനെയുള്ള ആ നാഭിച്ചുഴിയിലാണ്, ആ ആഴമുള്ളതായ നാഭീസരസിലാണ് കാമദേവൻ പരമേശ്വരൻ്റെ കോപാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുങ്ങിക്കളഞ്ഞത്. അപ്പോൾ അതിൽ നിന്നും ഉണ്ടായ പുകക്കൂട്ടമാണ് ദേവിയുടെ രോമാവലി എന്ന് വർണ്ണിക്കുന്നു. ഹരക്രോധജ്വാലാവലിഃ അവലീഡേന വപുഷ ഗഭീരേതേ നാഭീസരസി കൃതസംഗ മനസിജ സമുത്തസ്ഥൗ തസ്മാദചലതനയേ ധൂമലതിക ജനസ്താം ജാനീതേ ജനനി തവ രോമാവലിരിതി. എല്ലാവർക്കും മഹാദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.